നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയോ, ചെറിയ വരുമാനക്കാർ, അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളെയും സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജപ്തി നടപടി നേരിടുന്നവരെയും കണ്ണുനീരിടാൻ ദിവസം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ,
കർത്താവേ, അങ്ങയുടെ മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട, ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പല മക്കളും ജോലി തേടി വിദേശത്ത് പോകാൻ ഉദ്യമിക്കുന്നവരുണ്ട്. അവിടെ ആശങ്കയാൽ വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വൈവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഭവനരഹിതർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞാൻ പണ്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിൽ നമുക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനിടയായാലേ പിന്നെ എല്ലാ ഡീലിങ്സും ഈസിയാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചത് മോസസാണ്. ഞാൻ എപ്പോഴും കൊതിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ലെവലാണ്. അതായത് ദൈവം മോസസിനെ കുറിച്ച് പറയുന്ന ഭയങ്കര പോസിറ്റീവായിട്ടൊരു കമൻ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? അതായത് പുറപ്പാട് 33:17 എടുത്തേ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നീ എന്റെ പ്രീതി നേടി. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇപ്പം ദൈവത്തിൻ്റെ പ്രീതി നേടിക്കഴിയുമ്പോൾ ഓരോരോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാലാവസ്ഥാ ഭേദങ്ങൾ, ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് കാലാവസ്ഥാ ഭേദങ്ങൾ. ഈ കാലാവസ്ഥാ ഭേദങ്ങളിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടുകൾ, അതെല്ലാം ചില സമയത്ത് നമ്മൾ തോറ്റുപോകും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യും. എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ അതിൻ്റെ റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിലും ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും. അങ്ങനെ നിലനിന്ന ഒരാളാണ് മോസസ്. അഹറോനും പോയി, എല്ലാവരും പോയി. അപ്പോഴും മോസസ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്തും അതിനുവേണ്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അതിനുവേണ്ടി പട്ടിണി നിന്നും അതിനുവേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടും നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് ഭവിക്കുമ്പോഴും വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ ഈ മനുഷ്യങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളായപ്പോൾ ദൈവം അവസാനം പറയണതാണ്, എനിക്ക് നിന്നെ നന്നായി അറിയാം, അതുകൊണ്ട് നീ പറയുന്ന ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന്. എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും 60% ചിലപ്പോൾ പരാജയമായിരിക്കും. അത് കാര്യം വിശ്വാസത്തിൽ 60% പരാജയം വരാൻ കാര്യം വിശ്വാസത്തിലൂടെ നമ്മളുടെ ചില താല്പര്യങ്ങളെ നടത്തിച്ചെടുക്കാൻ വേണ്ടി ദൈവതിരുസന്നിധിയിൽ വ്യാപരിക്കണ കാണാം. അങ്ങനെയുള്ള ഉദ്യമങ്ങളൊക്കെ ദൈവത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് മിക്കവാറും പരാജയമായിരിക്കും. പിന്നെ തന്നെയല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? മത്തായി 20:22. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെ ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ചോദിച്ചതിൻ്റെ നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ റിപ്രക്കഷൻസും സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളും കൊണ്ട് നമ്മൾ തന്നെ വലയും. ഇപ്പം അതറിയാൻ പറ്റാതെ നമ്മൾ ചില അപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും.
പക്ഷേ അതായിരിക്കത്തില്ല ദൈവ പദ്ധതി നമുക്ക് ഗുണകരമായി മാറുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അത് താമസിക്കുമെന്ന് പറയും. ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് മാന്യം ഉണ്ടാക്കരുത്. പല അണ്ണന്മാരും ദൈവം ചിലപ്പോൾ നമ്മുടെ കസര കളിക്ക് ചില ആൾക്കാർ ഒരു മണിയടിച്ച് കഴിയുമ്പോൾ ചിലർ ഔട്ടാകത്തില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഔട്ടാകും. അതെങ്ങനെ ഔട്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ കുറേ പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് മാർക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 100 പേര് പ്രാർത്ഥിച്ചാൽ 100 പേർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ, അതിൽ 90 പേരും ദൈവസന്നിധിയിൽ നിന്ന് പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ജലദോഷ പനിക്കാർ പോകാൻ വേണ്ടി തന്നെയായിരിക്കും ചിലപ്പോൾ ഈശോ അത് പറയാം. അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നില്ലേ, മത്തായി 18:7. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. അതന്നെ. ഇപ്പം പ്രലോഭനങ്ങൾ ഉണ്ടാകണേ എന്തിനാണെന്ന് അറിയാമോ? ഞാൻ സംസാരിച്ചതല്ല, കസേര കളി ഒരാൾ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കും. അവസാനം ഒരു കസേരക്ക് 2 പേരാണ് ഓടുന്നത്. മണിയടി നിൽക്കുമ്പോൾ ഒരാൾ കസേര കിട്ടും, ഒരാൾ പുറത്താകും. അങ്ങനെ പുറത്താകുമ്പോൾ ആ പുറത്താകുന്ന ആൾ അവർ വിശ്വാസിയാണെങ്കിൽ ചില സമയത്ത് ആ പുറത്താകുന്നത് കൊണ്ട് ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകണവനാണെങ്കിൽ അകന്നു പോകേണ്ട തന്നെ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള അലപരാധി വിശ്വാസികളില്ലേ, ഇവരെ ഗെറ്റ് ഔട്ട് അടിക്കാൻ, ഫിൽട്ടർ ചെയ്യാൻ നല്ല കാര്യമാണ് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 19ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ജോബിറ്റ ജോയ് എന്ന മകളുടെ ഒരു വലിയ സാക്ഷ്യമാണ്. എൻ്റെ പേര് ജോബിറ്റ ജോയ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 21 ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് മൂല്യബോധത്തോടു കൂടി വളർത്തിയ മാതാപിതാക്കളുടെ ഒരു മകളാണ് ഈ ഒരു ജോബിറ്റ. അത് ഞാൻ പറയാൻ കാരണം ഈ സാക്ഷ്യത്തിൽ ഉടനീളം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും. വർദ്ധിച്ച ദൈവസ്നേഹത്തോടു കൂടിയിട്ടാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന അന്നു മുതൽ ഈ മകൾ ജീവിക്കുന്നത്. ഈ മരിയൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് ആദ്യമായി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ വലത് കയ്യിൽ ഈ ജോയിൻറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു. കഠിനമായ വേദന ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉടമ്പടി തൈലത്തിൻ്റെ വിശ്വാസ പ്രയോഗത്താൽ ആ മുഴ അപ്രത്യക്ഷമാവുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മകൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. എനിക്ക് ചെറിയൊരു കൊതുക് കടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഈച്ചയൊക്കെ തൊടുമ്പോഴേക്കും ശരീരം വല്ലാതെ അലർജി പോലെ ചൊറിഞ്ഞ് തടിപ്പ് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതും ഈ ഉടമ്പടി തൈലം പൂശി ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നു. വീണ്ടും ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കിണറിൽ വെള്ളമില്ലാത്തൊരവസ്ഥയിൽ ഈ മകള് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതകരമായിട്ട് കിണറിൽ വെള്ളം ലഭിക്കുന്നു. ഒപ്പം തന്നെ ഈ മരിയൻ ഉടമ്പടിയുടെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ജോലി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും ഭർത്താവും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ കുഞ്ഞിനെ ഒരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. കുഞ്ഞിന് 1.25 ആയപ്പോഴേക്കും
എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. 1.25 വയസ്സുള്ള കുഞ്ഞിനെ നോക്കാം, ഒരു ഡേ കെയറിലടുത്ത് ഏൽപ്പിക്കാവുന്ന രീതിയിൽ തൊട്ടടുത്ത് ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു ജോലി ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങളാണ്. ഞാൻ ഈ സാക്ഷ്യം സെലക്ട് ചെയ്യാൻ കാരണം ഈ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു ക്രൈസിസിനെ വിശ്വാസത്തിലൂടെ അതിജീവിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. അത് ഈ മകൾ എങ്ങനെയാണ് വിശ്വാസം പ്രയോഗിച്ച് ഈ ഒരു വലിയ ക്രൈസിസിനെ അതിജീവിക്കുന്നതെന്നാണ് ഈ സാക്ഷ്യത്തിലുടനീളം ഈ 2ാം ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത്. അത് ഇപ്രകാരമാണ്. എൻ്റെ ഭർത്താവിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. തലയോട്ടിയൊക്കെ ഇപ്പോഴും പൊട്ടി ഇങ്ങനെ ചന്നം ഭിന്നമായ അവസ്ഥയാണ്. CT സ്കാനിൽ ഞാനിത് 2024 ഏപ്രിൽ 7-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ കുഞ്ഞുമായിട്ട് ഈ മകള് വീട്ടിലാണ്. ഈ ഭർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഈ ഭാര്യയ്ക്ക് ഇവർ പറയുന്നില്ല, നേരിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് അറിയില്ല. പക്ഷേ നമുക്കറിയാവുന്ന പോലെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. പുറപ്പാട് 33:14 അനുസരിച്ച് ദൈവിക സാന്നിധ്യം, ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യവും ദൈവമാതാവിൻ്റെ കൂടെയുള്ള വലിയൊരു സാന്നിധ്യവും ഈ മകളുടെ ജീവിതത്തിലുടനീളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർ ഈ ഭർത്താവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അധികമായിട്ട് ഈ ഭാര്യയോട് പറയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഈ മകൾക്കൊരു നോട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ നീ ഭർത്താവിനെ സന്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്ന് പരിശുദ്ധാത്മാവ് ഈ മകൾക്ക് ഒരു നോട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടൻ എന്നെയും കൊച്ചിനെയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും എന്തോ പെട്ടെന്ന് തോന്നി ഞാൻ തൈലം എടുത്തു. മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ടാണ് പോയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആളെ CT സ്കാനിന് കയറ്റിയിരിക്കുക. തുടർന്ന് ഹസ്ബൻഡിനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ഹസ്ബൻഡിനെ കുറിച്ച് ഈ വൈഫിന് അറിയില്ല. അങ്ങനെ ഇരിക്കെ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം മുന്നേറുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് കൊടുത്ത് ആ തക്ക സമയത്ത് ഈ മകളോട് പറയും, നീ ആങ്ങളയോട് ചോദിക്ക് ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ റിപ്പോർട്ട്, നീ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ റിപ്പോർട്ടുമായി വന്ന് കാണാൻ പറയും. ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം ആങ്ങളെ വീട്ടിൽ പോലും വെച്ചില്ല, തൊട്ടടുത്ത വീട്ടിലാണിത് വെച്ചിരുന്നത്. ഞാനിത് കാണുമായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, എനിക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, നീ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് തരണം എന്ന് ആങ്ങളയോട് പറഞ്ഞു. അത് ആ സമയത്ത് വേണ്ട അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു മഹാപ്രവൃത്തിയാണ്. അപ്പോൾ ഈ മകള് ഈ ആങ്ങളയോടും അതുപോലെ തന്നെ ബന്ധുക്കളോടൊക്കെ ചോദിക്കും. കാരണം ഈ റിപ്പോർട്ടുകളൊന്നും ഈ മകളുടെ അടുത്ത് കാണിച്ചിട്ടില്ല. കാരണം ഇവള് ഇത് കണ്ടാൽ ഈ മകൾ എപ്രകാരം ഇത് അക്സെപ്റ്റ് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഈ ബന്ധുക്കൾ ആരും ഈ ഹസ്ബൻഡിൻ്റെ ഈ ഒരു അവസ്ഥയെപ്പറ്റി ഈ മകളോട് പറയുന്നില്ല. അങ്ങനെ ബന്ധുക്കളെയും കൂട്ടി ഈ മകള് ഹസ്ബൻഡിൻ്റെ റിപ്പോർട്ടുമായിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരികയാണ്. ഇപ്പോൾ അച്ഛനെ കാണാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ റിപ്പോർട്ട് ഈ വൈഫിന് ഈ ബന്ധുക്കൾ കൈമാറുന്നത്. ഈ റിപ്പോർട്ട് കണ്ട മാത്രയിൽ ഈ മകള് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴാണ് അത് കാണുന്നത്. തലയോട്ടി അങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്നേരം വിചാരിച്ചു ആളില്ല. അപ്പം ഞാൻ എല്ലാവരും എന്നെ പറ്റിക്കുവാണോ, എന്താ ദൈവമേ കാണുന്നത്, ഞാൻ അപ്പം കരയാൻ തുടങ്ങിയതാണ് ഇവിടെ മുട്ടുകുത്തി നിന്ന്. പക്ഷേ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയും ഈ മകള് നടത്തുന്നുണ്ട്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും കൊച്ചുമാണ് ഇവിടെ വരാറ്. അപ്പം ഇനി ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു വരവുണ്ടാവില്ലേ മാതാവേ, അതിന് നീ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇതാണ് ഈ മകളുടെ ചങ്കുപൊട്ടിയുള്ള പ്രാർത്ഥന. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ICUയിൽ കിടക്കുന്ന ഈ ഹസ്ബൻഡിന്, ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന തലയൊട്ടി തകർന്നിരിക്കുന്ന ഈ മകന് കിട്ടുന്ന തത്സമയ സൗഖ്യമാണ്. അത് തത്സമയ സൗഖ്യമാണ് എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഈ മകള് സാക്ഷ്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അതായത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തുമ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് ശക്തമായിട്ടുള്ളൊരു വേദന അനുഭവപ്പെട്ടു. ഇവിടുന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി
ആ സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കുണ്ടായിരുന്ന ആ കഠിനമായ തലവേദന അപ്പം തന്നെ പോയി. എനിക്ക് മനസ്സിലായി ദൈവമാതാവ് എൻ്റെ വിഷയം ഏറ്റെടുത്തു വന്ന്. നമുക്കറിയാവുന്നതുപോലെ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ടാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒരു ക്രൈസിസിൽ നിൽക്കുന്ന വ്യക്തി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് ആ വിഷയത്തിന്മേൽ ഇടപെടുന്നത്. സമയമായില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിക്കുന്ന മക്കളുടെ അടുത്തേക്ക് തൻ്റെ സാന്നിധ്യമായി കടന്നു വരുന്ന ഒരു ദൈവമാതാവിൻ്റെ വലിയൊരു മാതൃസംരക്ഷണം ഈ മകൾക്കും ലഭിക്കുകയാണ്. കാരണം ഈ മകളാണ് അതിന് മുൻകൈ എടുക്കുന്നത്. കാരണം ഈ മകളുടെ മനസ്സിലാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ദൈവപിതാവ് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നത്. കാരണം ഇത് എന്തോ ഒരു അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം വീട്ടുകാരും ഈ ഹസ്ബൻഡിൻ്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ ഈ മകളോട് പങ്കുവയ്ക്കുന്നില്ല. അന്ന് ആദ്യമായിട്ട് ആങ്ങളയുടെ ഫോണിൽ വിട്ട് ഈ ഹസ്ബൻഡിൻ്റെ വിവരം തിരക്കാൻ വേണ്ടിയിട്ട് കൃപാസനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കുമ്പോൾ ആങ്ങളയുടെ സ്വരത്തിൽ വല്ലാത്തൊരു സന്തോഷം. അതെ, ദൈവമാതാവ് ആ മകനെ സ്പർശിക്കുകയായിരുന്നു. വലത് കൈ മാത്രം ഒന്ന് അനക്കിക്കൊണ്ടിരുന്ന ആ മകൻ അൾത്താരയിൽ പൂർണ്ണ സൗഖ്യവാനായിട്ട് നിന്നാണ് ഈ ജോബിറ്റയോടൊപ്പം സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഈ മകളുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഈ മകളെ സന്ധിക്കാൻ പലവിധ കാരണങ്ങളുണ്ട്. കാരണം ഈ മകള് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗമെടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്നെക്കൊണ്ട് ആവുന്ന സഹായങ്ങൾ ഈശോയുടെ നാമത്തിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മകളാണ് ഈ ജോബിറ്റ. മറ്റുള്ളവർക്ക് നന്മയാകുന്നത് മാത്രം ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ മകളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നു. അതാണ് നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത്. 51-ാം അധ്യായം 11-ാം തിരുവചനം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ദാവീദിൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. മരിയൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യമാണ് ഈ കൂടെ വസിപ്പ്. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂടെ വസിപ്പ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ്. ഈ ജോബിറ്റയുടെ സാക്ഷ്യത്തിലൂടെ അത് കൂടുതൽ വ്യക്തമാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കുടുംബം കൂപ്പുകുത്തുമ്പോൾ ആരും ഈ വിഷയം മകളോട് പങ്കുവയ്ക്കാതിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവാണ് ഈ മകൾക്ക് നോട്ട് കൊടുക്കുന്നത്. കാരണം ഈ മകൾ ഉടമ്പടിയിൽ വിശ്വസ്തതാപൂർവം മുന്നേറുന്ന ആളാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അറിവ് മൂലം ഈ മകൾ പെട്ടെന്നൊരു തീരുമാനം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ റിപ്പോർട്ടുമായിട്ട് വന്ന് കാണണമെന്ന തീരുമാനം എടുക്കുന്നത്. രണ്ടാമതായിട്ട് ഈ മകൾ പറയുന്നുണ്ട്, ഈ ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ നിത്യജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഈ മാർഗങ്ങൾ സുഗമമാക്കി തരുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ കരുതലും വാത്സല്യവും എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഏറെ പ്രത്യേകമായിട്ട് ഈ ഭർത്താവിന് സംഭവിച്ച ഈ വലിയൊരു ദുരന്തത്തിലൂടെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ഈ മകൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഇങ്ങനെയാണ്, ലക്ഷ്യത്തെ സാധൂകരിക്കാൻ മാർഗത്തെ സുഗമമാക്കുന്ന ദൈവമാതാവ്. ഈ ഒരു കാര്യം ഈ മകൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം 1 പത്രോസ് 1:7 തിരുവചനമാണ്. അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസ് ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ അമൂല്യമായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. വലിയൊരു വചനമാണിത്. ഈ ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെ ലക്ഷ്യത്തെ സ്വാധീകരിക്കാൻ മാർഗത്തെ സുഗമമാക്കുന്ന ഒരു ദൈവമാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഈ മകള് തിരിച്ചറിയുകയായിരുന്നു.
അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ തന്നെ ഒരു പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം റിവാർഡ് തരും നമുക്ക്. ഒരു പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ സ്വർഗത്തിൽ നമുക്കുള്ള പ്രതിഫലം അത് നിത്യതയിൽ ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും അതിന് ഒരു പ്രതിഫലം കിട്ടും. അതിൻ്റെ വലിയൊരു ഉദാഹരണം ഈ മകൾ പറയുന്നുണ്ട്. എയ്ഡഡ് സ്കൂളിൽ താൽക്കാലിക ജോലിയിൽ നിന്ന് PSCയുടെ അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നതിലൂടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലി കൂടിയാണ് ഈ ഒരു വിശ്വാസ പരീക്ഷയെ അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ ബോണസായിട്ട് സ്വർഗം ഈ മകൾക്ക് അനുവദിച്ച് നൽകിയത്. ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സഹനഘട്ടങ്ങളെയും വിശ്വാസം പ്രയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിജീവിക്കാം എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നൊരു സാക്ഷ്യമാണിത്. ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ മകൾ ഒരിക്കലും പകച്ചു നിൽക്കുന്നില്ല. കാരണം ഫിലിപ്പി 4:11 തിരുവചനം അനുസരിച്ച് ഏത് സാഹചര്യത്തിലും ജീവിക്കുവാൻ വേണ്ട പരിശീലനം ഈ മകൾക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ആദ്യമേ ഒരു മുഴ അപ്രത്യക്ഷമാവുന്നതിലൂടെ, അലർജി സുഖപ്പെട്ടതിലൂടെ, കിണറിൽ വെള്ളമുണ്ടായതിലൂടെ എല്ലാം ഈ മകൾക്ക് മനസ്സിലായി. കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന വ്യക്തമായിട്ടുള്ള ദൈവാനുഭവങ്ങളുടെ അടയാളങ്ങൾ മുമ്പേ സ്വന്തമാക്കിയ ഈ മകള്, ജോബിറ്റ എന്ന മകള്, വലിയൊരു ക്രൈസിസ് വന്നപ്പോഴും ആ വിശ്വാസം തന്നെയാണ് വീണ്ടും പ്രയോഗിക്കുന്നത്. അതാണ് ആ മകള് പറയുന്നത്, ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് കേട്ട മാത്രയിൽ ഞാൻ ഉടമ്പടി തൈലവുമായിട്ടാണ് ആശുപത്രിയിലേക്ക് പുറപ്പെടുന്നത് എന്ന്. അതാണ് ആ മകളുടെ വിശ്വാസം എന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വിശ്വാസത്തിൽ തെല്ലും കുറവ് വരുത്താതെ ഉടമ്പടി നിബന്ധനകളിൽ വിശ്വസ്തതാപൂർവം പാലിച്ച് തന്നെ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രയോഗത്തിലൂടെ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ആലോചന തേടി തീരുമാനം എടുത്തുകൊണ്ട് തക്ക സമയത്ത് ഞങ്ങളെയും സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആവേ മരിയ. ഇല്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്ട അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമരയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മരിയാമേ വരദാനവാരിധി ജപമാലയാണേ ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമേ വരദാനവാരിധി ജപമാലയാണേ ആവേ 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 മരിയ അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ നിറയാർന്ന ഹൃദയം നുറങ്ങി അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ നിറയാർന്ന ഹൃദയം നുറങ്ങി കരളലിഞ്ഞു കനിവിയൻ മിഴി തുറക്കുനാഥേ ആവേ 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 മരിയ ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മരിയാമേ വരദാനവാരിധി ജപമാലയാണേ ആവേ 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 മരിയ അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു.